ഇ.പി. ജയരാജന്റെ ആത്മകഥാ വിവാദം സംബന്ധിച്ച് DGPക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു. അന്വേഷണ ചുമതലയിലുള്ള കോട്ടയം SP ഷാഹുൽ ഹമീദാണ് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചത്. അതേസമയം DC ബുക്സ് ഉടമ DC രവിയിൽ നിന്ന് ഇന്ന് മൊഴി രേഖപ്പെടുത്തിയിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി മിഥുൻ അയ്യപ്പൻ ചേർന്നുണ്ട്. മിഥുൻ, എന്താണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ? നമുക്കറിയാം, പാലക്കാട് തെരഞ്ഞെടുപ്പ് സമയത്ത് വോട്ടെടുപ്പ് ദിനത്തിൽ ഏറെ വിവാദമായ ഒന്നാണ് ഇ.പി. ജയരാജന്റെ ആത്മകഥയിലെ ഭാഗങ്ങൾ പുറത്തു വന്നത്. അതായത് പ്രസിദ്ധീകരിക്കാത്ത ഒരു പുസ്തകത്തിന്റെ ചില ഭാഗങ്ങളായിരുന്നു പുറത്തു വന്നത്. അതിൽ ഇടത് സ്ഥാനാർത്ഥിയായിട്ടുള്ള സരിനെതിരെയും അതുപോലെ തന്നെ CPM-ന്റെ പല നയങ്ങൾക്കെതിരെയുമുള്ള ചില നിലപാടുകൾക്കെതിരെയുള്ള ഇ.പി. ജയരാജന്റെ ചില പരാമർശങ്ങളെല്ലാമാണ് ഏറെ വിവാദമായത്. ഇതിനെ തുടർന്ന് ഇ.പി. ജയരാജൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ ഇന്ന് മൊഴിയെടുത്തിരുന്നു DC രവിയുടേത്. അതായത് DC ബുക്സിന്റെ ഉടമയായിട്ടുള്ള DC രവിയുടേത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഒരു പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് തയ്യാറാക്കിയിരുന്നത്. കോട്ടയം SP, അന്വേഷണ ചുമതലയുള്ള കോട്ടയം SP ഇപ്പോൾ DGPക്ക് ഈ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുകയാണ്. ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇ.പി. ആരോപിച്ചിരുന്നത് ഞാൻ ആരുമായും കരാർ ഏർപ്പെട്ടിട്ടില്ല, പുസ്തകം പ്രസിദ്ധീകരിക്കാൻ ആർക്കും നൽകിയിട്ടില്ല എന്നുള്ള വാദങ്ങളായിരുന്നു ഇ.പി. ജയരാജൻ ഉന്നയിച്ചിരുന്നത്. ഇത് സംബന്ധിച്ച കരാർ ഹാജരാക്കാൻ DC രവിക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതുപോലെ തന്നെ DC ബുക്സിലെ ജീവനക്കാരിൽ നിന്ന് മൊഴിയെടുത്തതിൽ നിന്നും ഈ കരാറില്ല എന്നും വാക്കാലുള്ള ഒരു ധാരണ മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നും ആണ് പോലീസിന് വിവരം ലഭിച്ചിരിക്കുന്നത് എന്നാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്ന വിവരം. ഏതായാലും ഇപ്പോൾ ഇത് സംബന്ധിച്ച് മൊഴിയെടുത്തതിന് പിന്നാലെ, DC രവിയുടെ മൊഴിയെടുത്തതിന് പിന്നാലെ പബ്ലിക്കേഷൻ വിഭാഗം മേധാവിയെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഒരു നടപടിയും DC ബുക്സ് ഇപ്പോൾ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പബ്ലിക്കേഷൻ വിഭാഗം മേധാവി, അതായത് ഈ ഇ.പി. ജയരാജന്റെ പുസ്തകത്തിന്റെ ചുമതല കൂടിയുണ്ടായിരുന്ന AV ശ്രീകുമാറിനെയാണ് ഇപ്പോൾ DC ബുക്സ് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. ഈ നടപടിക്രമങ്ങളിൽ, അതായത് കരാർ നടപടിക്രമങ്ങളിൽ വീഴ്ചയുണ്ടായി എന്ന കണ്ടെത്തലെ തുടർന്നാണ് ഈ നടപടി എന്ന് സൂചന ലഭ്യമാകുന്നുണ്ട്. പക്ഷേ ഇത് സംബന്ധിച്ച് മാധ്യമ വാർത്തകൾ തെറ്റാണ് എന്നാണ് DC ബുക്സ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചിരിക്കുന്നത്. ഏതായാലും പോലീസ് നടത്തിയ അന്വേഷണത്തിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് ഇപ്പോൾ DGPക്ക് കോട്ടയം SP ഷാഹുൽ ഹമീദ് കൈമാറിയിരിക്കുകയാണ്. ശരി, മിഥുൻ അയ്യപ്പനാണ് വിവരങ്ങൾ നൽകിയത്.